Assalamualaikum. Hello viewers. Welcome back to Eazy Tipz. ഇന്നത്തെ നമ്മുടെ റെസിപ്പി സ്പോഞ്ച് കേക്കാണ്. നല്ലൊരു ഉഗ്രൻ സ്പോഞ്ച് കേക്ക്. അധികം ഇൻഗ്രീഡിയൻസ് ഒന്നും ഉപയോഗിക്കാതെ നല്ല സോഫ്റ്റായിട്ട് വളരെ പെട്ടെന്ന് തന്നെ സ്പോഞ്ച് കേക്ക് എങ്ങനെ തയ്യാറാക്കുന്നതെന്ന് നോക്കാം. അതിനു മുമ്പ് നിങ്ങൾ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. തൊട്ടടുത്തുള്ള ബെല്ലൈക്കനും ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ഞാൻ ഫ്യൂച്ചറിലുള്ള വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും. അപ്പോൾ നമുക്ക് റെസിപ്പിയിലേക്ക് കടക്കാം. ഇതിനു വേണ്ടി നമുക്ക് ആദ്യം ആവശ്യം 2 മുട്ടയാണ്. ഞാനിവിടെ 2 മുട്ട ഉടച്ച് വെച്ചിട്ടുണ്ട്. ഇതിനകത്തേക്ക് ഞാൻ 1/4 ടീസ്പൂൺ വാനില എസൻസ് ചേർത്ത് കൊടുക്കുകയാണ്. മുട്ടൻ്റെ ഒപ്പം തന്നെ വാനില എസൻസ് ചേർത്ത് കൊടുത്തിട്ടുണ്ടെങ്കിൽ നമുക്ക് കേക്കിന് മുട്ടയുടെ മണം ഉണ്ടാവില്ല. നിങ്ങൾക്ക് 1/4 ടീസ്പൂൺ തൊട്ട് 1/2 ടീസ്പൂൺ വരെ വാനില എസൻസ് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നന്നായി ഒന്ന് ബീറ്റ് ചെയ്തെടുക്കണം. ബീറ്റർ ഇല്ലെങ്കിൽ നിങ്ങൾക്ക് വിസ്ക് ഉപയോഗിച്ചിട്ട് ബീറ്റ് ചെയ്തെടുക്കാം. നമ്മൾ നന്നായി ഒന്ന് ബീറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിനകത്തേക്ക് പഞ്ചസാര ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ 150 ഗ്രാം പഞ്ചസാരയാണ് ചേർത്ത് കൊടുത്തിരിക്കുന്നത്. പൊടിച്ചതൊന്നുമല്ല, സാധാ പഞ്ചസാര അങ്ങനെ ചേർത്ത് കൊടുക്കുകയാണ്. നിങ്ങൾക്ക് വേണമെങ്കിൽ പൊടിച്ച പഞ്ചസാരയും ചേർത്ത് കൊടുക്കാം. എല്ലാം കൂടി നന്നായി ഒന്ന് ബീറ്റ് ചെയ്തെടുക്കാം. ഇനി നമുക്ക് ഇതിനകത്തേക്ക് മൈദ ചേർത്ത് കൊടുക്കാം. അതിനുവേണ്ടി ഞാൻ ഇവിടെ എടുത്തിരിക്കുന്നത് 200 ഗ്രാം മൈദയാണ്. നമുക്ക് കുറച്ചായി ചേർത്ത് കൊടുക്കാം. ഇതിനകത്തേക്ക് ഞാൻ 1/2 ടീസ്പൂൺ ബേക്കിംഗ് പൗഡർ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. 1/4 ടീസ്പൂൺ ബേക്കിംഗ് സോഡ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. എല്ലാം കൂടി നന്നായി ഒന്ന് അരിച്ചിടാം. ഇനി നമുക്കിത് നന്നായി ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. നിങ്ങൾക്ക് വേണമെങ്കിൽ സ്പൂൺ കൊണ്ടോ അല്ലെങ്കിൽ നിങ്ങൾക്ക് വേണമെങ്കിൽ വിസ്ക് കൊണ്ടോ അല്ലെങ്കിൽ ബീറ്റർ കൊണ്ട് തന്നെ നന്നായി ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ബാക്കി മൈദാമാവ് നമുക്ക് ഇത് നന്നായി മിക്സ് ചെയ്തതിന് ശേഷം ചേർത്ത് കൊടുക്കാം. ഇനി നമുക്ക് ബാക്കി വന്ന മൈദയും കൂടി ചേർത്ത് നന്നായി ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. നന്നായി മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിനകത്തേക്ക് ചേർത്ത് കൊടുക്കേണ്ടത് ഓയിലും പാലുമാണ്. അതിനുവേണ്ടി ഞാനിവിടെ 1/2 ടേബിൾ സ്പൂൺ ഓയിൽ എടുത്തിട്ടുണ്ട്. 30 മില്ലി നല്ല ഫ്രഷ് മിൽക്കും എടുത്തിട്ടുണ്ട്. രണ്ടും കൂടി ചേർത്ത് നന്നായി ഒന്ന് നമുക്ക് ബീറ്റ് ചെയ്തെടുക്കാം. ഇപ്പോൾ നമ്മുടെ കേക്കിൻ്റെ ബാറ്റർ റെഡി ആയിട്ട് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് കേക്കിൻ്റെ ബാറ്റർ ഇട്ട് കൊടുക്കുന്ന ആ പാത്രത്തിലേക്ക് കുറച്ച് ബട്ടർ പുരട്ടി കൊടുക്കാം. ബട്ടർ എല്ലാം ചുറ്റും നന്നായി തേച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ആ ബാറ്റർ അതിനകത്തേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇനി നമുക്ക് കേക്ക് ബേക്ക് ചെയ്യാനുള്ളത് സെറ്റ് ചെയ്യാം. ഞാനിവിടെ സോസ് പാൻ എടുത്തിരിക്കുന്നത്. അതിനകത്തേക്ക് ഞാൻ റിങ് വെച്ച് കൊടുത്തിട്ടുണ്ട്. നമ്മൾ ചൂടുള്ള പാത്രങ്ങളൊക്കെ ടേബിളിന് മേലെ വയ്ക്കാൻ ഉപയോഗിക്കുന്ന റിങ്ങാണ് വെച്ച് കൊടുത്തിരിക്കുന്നത്. അതിനകത്തേക്ക് നമ്മൾ ഈ കേക്കിൻ്റെ ബാറ്റർ ഉപയോഗിച്ച് ആ ബേക്ക് ചെയ്യാനുള്ള പാത്രം ഉള്ളിലേക്ക് വെച്ച് കൊടുക്കാം. മുകളിലേക്ക് അതിൻ്റെ മൂടി തന്നെ വെച്ച് കവർ ചെയ്യാം. അപ്പോൾ ടൈറ്റ് ആയിരിക്കും, വെളിയിൽ നിന്ന് എയറൊന്നും പോകാൻ ചാൻസ് ഇല്ല. അതിൽ കാണാൻ ചെറിയ ഹോളും കൂടി നമ്മളൊരു ടിഷ്യൂ ഉപയോഗിച്ചിട്ട് കവർ ചെയ്യാം. ഒരു 15 മിനിറ്റ് മീഡിയം ഫ്ലെയിമിൽ വെച്ചാൽ കറക്റ്റ് അത് ബേക്ക് ചെയ്ത് കിട്ടും. ഇപ്പോൾ 15 മിനിറ്റായി നിങ്ങൾക്ക് കാണാം. വേപ്പർ കാരണം ശരിക്കും കാണാൻ പറ്റുന്നവരിലേക്കും അത് ഫുൾ ബേക്ക് ചെയ്ത് പൊന്തി വന്നു കഴിഞ്ഞ് നമുക്ക് തുറന്ന് നോക്കാം. റെഡി ആയിട്ടുണ്ട്. നമുക്ക് വേണമെങ്കിൽ ഒരു ഫോർക്കോ എന്തെങ്കിലും ഉപയോഗിച്ച് നമുക്ക് കുത്തി നോക്കാം. കറക്റ്റ് ബേക്ക് ചെയ്ത് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ കേക്ക് ഇത് റെഡിയായി കഴിഞ്ഞ് നമുക്കിത് വേറൊരു പാത്രത്തിലേക്ക് മാറ്റാം. നമ്മൾ കേക്ക് ഇത് റെഡി ആയിട്ടുണ്ട്. കുറച്ചൊക്കെ ആ പാത്രത്തിൽ പറ്റിപ്പിടിച്ചിട്ടുണ്ട്. നമുക്കൊന്ന് മറിച്ചിട്ട് നോക്കാം. അപ്പോൾ നമ്മളുടെ സ്പോഞ്ച് കേക്ക് വളരെ എളുപ്പം തന്നെ തയ്യാറായിട്ടുണ്ട്. വളരെ സോഫ്റ്റാണിത്. തൊട്ടുമ്പോൾ തന്നെ നിങ്ങൾക്ക് അറിയാം, കാണാൻ പറ്റുന്നുണ്ടാവുമായിരിക്കും. നല്ല സോഫ്റ്റായിട്ടുള്ള സ്പോഞ്ച് കേക്ക് റെഡിയായി. അപ്പോൾ എല്ലാവർക്കും റെസിപ്പി ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. വളരെ പെട്ടെന്ന് തന്നെ തയ്യാറാക്കാൻ പറ്റും. ഞാൻ പറഞ്ഞ പോലെ അതിന് ഇൻഗ്രീഡിയൻസിൻ്റെ ഒന്നും ആവശ്യമില്ല. അപ്പോൾ എല്ലാവരും ഈ സ്പോഞ്ച് കേക്ക് ട്രൈ ചെയ്ത് നോക്കണം. ട്രൈ ചെയ്ത് നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ എൻ്റെ വീഡിയോ മറക്കാതെ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം. ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.